വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാലു. ദേ, ഇത് മൊത്തം ജാക്കറ്റ് ആണ് കേട്ടോ. ഇത് മൊത്തം ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറ്റുന്ന പോലെ നമുക്ക് നോക്കാം. ഇതൊക്കെ സ്പെഷ്യൽ ജാക്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ തന്നെ ഡെനിമീൻ തുടങ്ങാം. എല്ലാവരും ഫേവറേറ്റ് ആണല്ലോ. ഏതൊരാളും എന്തെങ്കിലുമൊക്കെ കവർ ചെയ്യണമെങ്കിൽ കൂടി എന്തെങ്കിലും നല്ല നമുക്കിപ്പോൾ ടോപ്പിന് ഇപ്പൊ എന്തെങ്കിലും കോൺഫിഡൻസ് കുറവുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ജാക്കറ്റ് എടുത്താൽ കിടും. പിന്നെ അവിടെ പ്രശ്നം തീർന്നു. സോ അതുപോലെ അല്ലെങ്കിൽ കൂടി ഞാൻ വാങ്ങിച്ചൊരു ജാക്കറ്റാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഡെനിം ജാക്കറ്റ് തന്നെ, ബട്ട് വിത്ത് സം സ്പെഷ്യാലിറ്റീസ്. ഇത് ടോക്കിയോ ടോക്കീസിന്റെ ആണ്. സെയിൽ സമയത്ത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ക്രോപ്പ് ജാക്കറ്റ് ആണ്. ക്രോപ്പ് ജാക്കറ്റ് എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഈവൻ ലോങ് ടോപ്പിന്റെ കൂടെയും ലോങ് ഡ്രസ്സിന്റെയും കൂടെ ഇത് പോകും. അപ്പൊ നമുക്ക് ഹൈറ്റിനെ അത് ബാധിക്കില്ല, അല്ലെങ്കിൽ അത് ഹൈറ്റിനെ വളരെ കുറച്ച് കാണിക്കും. സോ ഈ ക്രോപ്പ് ജാക്കറ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ മീഡിയം സൈസ് എടുത്തിരിക്കും, കാരണം ഇത് ഓൾറെഡി ഓവർ സൈസ് ആണ്. സോ മീഡിയം ആണ് എടുത്തിരിക്കുന്നത്. അർബൻ ടോക്കിയോ ടോക്കീസ് എന്നാണ് അവരുടെ ബ്രാൻഡിന്റെ പേര്. സോ ഇങ്ങനെ കുറച്ച്, അതായത് നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ വില്ലന്മാരുടെ കയ്യിലുണ്ടായിരുന്നു ഇത്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഒക്കെ കൂടിയ സമയമാണ് ക്ലോത്തുമായിട്ട്. യെസ്, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊന്നും ഡ്യൂപ്പല്ല, ഇതൊക്കെ സ്റ്റീലിന്റെ തന്നെ സ്റ്റഫിങ്സ് ആണ് കേട്ടോ. അകത്തുനിന്ന് ചെയ്തിരിക്കുകയാണ്. അതിന് ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടാൻ വേണ്ടി അത് കൈയുടെ ഷോൾഡറിന്റെ ഇവിടെയുണ്ട്, കണ്ടോ? ഷോൾഡറിന്റെ ഇവിടെയുണ്ട്. താഴേക്ക് നമ്മുടെ ചെസ്റ്റ് ഭാഗം ഇങ്ങനെ താഴേക്ക് ലൈൻ ആയിട്ടുമുണ്ട്. അതിന്റെ ഭംഗി അതൊന്നുകൂടെ കൂട്ടും. പിന്നെ വൈഡ് ആയിട്ടുള്ളൊരു കോളറാണ്, വൈഡാണിത്. പിന്നെ നല്ല കട്ടിയാണ്, കുറച്ചുകൂടെ കട്ടി കൂടുതലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നനച്ചാലുണങ്ങാൻ ഇത്തിരി പാടാണ് കേട്ടോ. പിന്നെ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. ബ്ലൂ എന്ന് പറയാം, എന്നാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതിനൊരു ഒരു 2 ബട്ടൺ ക്ലോഷൻ ആണ് താഴെയാണ് വന്നിരിക്കുന്നത്. എന്റെ ലിപ്സ്റ്റിക്ക് പറ്റിയിട്ടുണ്ടല്ലോ ഷോ. പിന്നെ നമുക്കത് ബെൽറ്റ് വെച്ച്, അല്ലെങ്കിൽ ഈവൻ ഒരു ഡെനിമിന്റെ ഒരു വള്ളി വെച്ചാണ് നമുക്കത് ഇവിടെ വെച്ച് ടൈ ചെയ്യാം കേട്ടോ. സോ അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എന്നാലും കൈക്ക് ഇത്തിരി നീളം കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. സോ ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെറിയൊരു പുറമേക്ക് ആ കോളർ ഒരു സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ് കോളർ എന്ന് പറയും അതിന്. ഓക്കെ, സോ ഇങ്ങനെയാണ് വന്നിട്ട് നല്ല ലുക്കാണ്. ഈവൻ നമുക്ക് ബാഗി ജീൻസിന്റെ കൂടെ ഒക്കെ നമുക്കിത് പെയർ ചെയ്യാം. അപ്പൊ നല്ലൊരു വൈഡ് ലുക്ക് കിട്ടും നമുക്ക്. ദെൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ ഇതിന്റെ പുറകിലാണെങ്കിലും ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എല്ലാവരും ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഡെനിം ജാക്കറ്റ്. അതിന് ഒരു ഡിഫറൻസും ഇല്ല എന്നുള്ളതാണ്. സോ ഫാഷനിൽ നിന്ന് ഇന്നായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു മസ്റ്റ് ഹാവ് ആണ് ഡെനിം ജാക്കറ്റ്, അല്ലേ? യെസ്. അപ്പൊ ഇതെനിക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയെന്ന് അറിയണ്ടേ? ഇതെനിക്ക് 500 രൂപ താഴെയാണ് കിട്ടിയത്. സെയിൽ സമയത്താണ് കേട്ടോ. അതുകൊണ്ടാണ് 500 രൂപ താഴെ കിട്ടിയത്, അല്ലെങ്കിൽ 1000-ന് മുകളിൽ പോയേനെ. അപ്പം ഇതാണ് എന്റെ ഫസ്റ്റ് ഡെനിം ജാക്കറ്റ്. ഓക്കെ, ഇത് ഞാനൊരു ഷോർട്സിൽ കാണിച്ചിരുന്നു. വളരെ റോ ആയിട്ടാണ്, വളരെ പെട്ടെന്നാണ് ഇത് കാണിച്ചത്. പക്ഷെ അതിനെക്കുറിച്ച് റിവ്യൂ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതും ക്രോപ്പാണ്. കാരണം വെച്ചാൽ ഞാനൊരു ക്രോപ്പ് ആരാധികയാണ്. ഇതും ലാസ്റ്റ് വന്നിട്ട് ബ്ലേസർ. ഇത് ബ്ലേസർ എന്ന് പറയും, ജാക്കറ്റിനേക്കാളും കൂടുതൽ ബ്ലേസർ എന്ന് പറയണം. ഇത് ടോക്കിയോ ടോക്കീസിന്റെ ആണ്. ഇതും സെയിൽ സമയത്ത് ഒരു 5-6 മാസം മുന്നേ വാങ്ങിച്ചതാണ്. ഇതിന്റെ ഒന്നും വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയില്ല. ടോക്കിയോ ടോക്കീസ് അർബൻ തന്നെയാണിത്. ടോക്കിയോ ടോക്കീസ് തന്നെ ഇറ്റ്സ് എ ഫേമസ് ബ്രാൻഡ് ഇൻ മിന്ത്ര, ഫ്ലിപ്കാർട്ട്, യു നോ ദാറ്റ്. ഇനിയിപ്പോൾ കെച്ചിലും കൂടെ അത് കിട്ടും. കെച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്തും കിട്ടും. സോ ഇങ്ങനെയാണിത്. ഇത് നമ്മൾ ഇടുമ്പോൾ ഇത് നമുക്ക് ഉടുപ്പിന്റെ കൂടെയും ടോപ്സിന്റെ കൂടെയും വൈഡ് ലെഗിന്റെയും നാരോ ലൈക്ക് എല്ലാത്തിൻ്റെയും കൂടെ പാൻസിന്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാം. അതിന്റെ സ്മോൾ സൈസ് എടുത്തിരിക്കുന്നത്, കാരണം നമുക്കിപ്പം അത് മതി എന്ന് തോന്നിയുണ്ട്. നമുക്ക് ബ്ലേസർ, വലിയൊരു ബ്ലേസർ ആണെങ്കിൽ നമുക്ക് ഓവർ സൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ക്രോപ്പ് ബ്ലേസർ ആണെങ്കിൽ ഡെനിം ആണെങ്കിലും ഒക്കെ എന്നെ സംബന്ധിച്ച് ഇത് ഞാൻ സ്മോൾ ആണ് എടുത്തത്. ഭയങ്കര ഭംഗിയാണ്. പിന്നെ മെറ്റീരിയൽ ഒന്ന് ഭയങ്കര സോഫ്റ്റ് ആണ്. പോളിസ്റ്റർ മിക്സ് ആണിത്. ഓക്കെ, ഇത് പെട്ടെന്ന് ഉണങ്ങും. എപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് ക്യാരി ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതാണ് ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്താൽ ഇറ്റ്സ് ഡൺ. ക്ലോസ് ആവുന്നില്ലേ? അപ്പം ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അഴിച്ചിടാം, തുറന്നിടാം. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തേത് നോക്കാം. ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിലുള്ള സാധനം കേട്ടോ. അല്ലാത്ത ഒന്നും ഞാൻ കാണിക്കത്തില്ല. ഇത് ട്രെൻഡിങ്ങിലുണ്ട്, ഇപ്പോഴും കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഒരിക്കലും സ്റ്റൈലിൽ നിന്ന് പോവത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വന്നിട്ട് എല്ലാ സ്റ്റൈൽ ഗേളിന്റെയും അല്ലെങ്കിൽ സ്റ്റൈൽ ബോയ്സിന്റെയും ഒരു ആരാധക പാത്രമാണോ ഇത്?
ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ അർബാനിക്കിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരത്തില്ല. ഇത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഇന്നായി നിൽക്കുന്ന, ഒരിക്കലും നമ്മൾ മാറ്റി വയ്ക്കാത്ത വേറൊരു ജാക്കറ്റ് ആണ് വാഴ്സിറ്റി ജാക്കറ്റ്സ്. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ അലമാരയിൽ ഉണ്ടാവേണ്ട ഒരു മസ്റ്റ് ആണ് എന്ന് ഞാൻ പറയും. എൻ്റെ ടേസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഞാൻ പറയും. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ, നമ്മളെന്താ വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് കാണിക്കുന്ന സ്ഥിതിക്ക് പറയാണ് സോ 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 സൂപ്പർ. ഇത് ഞാൻ അർബാനിക്കിൽ നിന്ന് ഭയങ്കര കാത്തിരുന്ന് വാങ്ങിച്ച കേട്ടോ. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഓറഞ്ചിൽ വന്നിട്ട്, ദെൻ ഇത് ബ്ലാക്ക് ആണ്, ഇതിനകത്ത് കുറച്ച് എഴുത്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദെൻ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇത് കേട്ടോ, സൂപ്പറാണ്, ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതിന്റെ കോളർ എപ്പോഴും അറിയാലോ, ഇതിന്റെ കുറെ ഡ്യൂപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഡ്യൂപ്പ് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, പക്ഷെ നമുക്കിത് പിന്നെ ഇത് ഇടാൻ പറ്റത്തില്ല. നമ്മുടെ 400 പോയി എന്ന് തന്നെ വിചാരിക്കണം. കാരണം അത് നമുക്ക് ഒരു 1000 രൂപയുടെ ആഡ് ചെയ്ത് ഒറിജിനൽ വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ ഇതിന്റെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. കേട്ടോ, എൻ്റെ കയ്യിൽ കുറെ ഡ്യൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് കാണിക്കാത്തത്, നിങ്ങളുടെ പൈസ വെറുതെ കളയണ്ടെന്ന് പറഞ്ഞ് ഡ്യൂപ്പ് കാണിക്കാത്തതാണ്. അങ്ങനെ കാത്തിരുന്നാണ് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയത്. ഇത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചേനെ. സോ ലോങ് ആണ്, നമുക്ക് ഈവൻ പലാസോ, നമുക്ക് സ്കിന്നി ഫിറ്റ് ജീൻസ്, സ്കിന്നി ഫിറ്റ് പാൻസ്, സ്കേർട്സ്, ഡ്രസ്സസ്, ഈവൻ മോർ വാട്ട്, നമുക്ക് ലൂസ് ഫിറ്റ് ജീൻസ്, ദാറ്റ് ഈസ് ദ മെയിൻ ഹീറോ ഓഫ് ദ സെക്ഷൻ. അതിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് പോകുന്നതാണ്. മീൻസ് സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്തിനേയും മോർ സ്റ്റൈലിഷ് ആക്കാൻ നമുക്ക് വാഴ്സിറ്റി ജാക്കറ്റ് ആഡ് ഓൺ ചെയ്യാം. പിന്നെ ഇതിന്റെ കൈ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ്, ഇങ്ങനെയാണ് കേട്ടോ. സോ പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഫുൾ ബ്ലൂ. ഓക്കെ, മൈ ഫേവറേറ്റ് കളർ ആൻഡ് മൈ ഫേവറേറ്റ് ജാക്കറ്റ് ആണിത്. ഇതെനിക്ക് 1600 ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ മേടിച്ചത്, അതും ഓഫറിൽ കടന്നിട്ട്. സോ ഇപ്പൊ അർബാനിക്കില്ല, അർബാനിക്ക് സാവനയിലേക്ക് മാറി. സോ അപ്പൊ ഞാനത് അതിനെക്കുറിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇതൊരു സ്റ്റൈൽ മസ്റ്റ് ഹാവ് ആയതുകൊണ്ടും ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുള്ളതുകൊണ്ടും ആണ് ഞാനിത് കാണിച്ചത് കേട്ടോ. എന്റെ ജാക്കറ്റ് കളക്ഷനിലെ ഒരു പ്രധാന വില്ലാടി വീരത്തിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മാത്രം. ബാക്കിയുള്ള ജാക്കറ്റ്സ് നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും കേട്ടോ. അപ്പൊ നാളെ ബാക്കി ജാക്കറ്റ്സ്, അതിന്റെ പിറ്റേന്ന് വേറെ ജാക്കറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോ നാളെ കാണുന്നത് വരെ ബൈ.